പ്രിൻസിപ്പിൾസ് ഓഫ് അജൈൽ ഡെവലപ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. The highest priority is to satisfy the customer through the early continuous delivery and valuable software ആണ്. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. പിന്നെ ഈ ഡെവലപ്മെൻറ്റ് ഫേസിൽ, അതായത് ഡെവലപ്പിംഗ് ഫേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ പോലും, കുറച്ച് ലാസ്റ്റോട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ പോലും ഈ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഈ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന റിക്വയർമെൻറ്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കും. അതിനനുസരിച്ചിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് വെൽക്കമിങ് ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഈവൻ ഇൻ ദ ലേറ്റർ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡെലിവർ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഫ്രീക്വൻ്റ്ലി ഫ്രം എ കപ്പിൾ ഓഫ് വീക്സ് ടു എ കപ്പിൾ ഓഫ് മന്ത്സ് ആണ്. അതായത് ഈ സോഫ്റ്റ്വെയർ വിത്തിൻ 1 to 4 വീക്സിൻ്റെ ഉള്ളിൽ ഡെലിവറി ചെയ്യും. പിന്നെ വരുന്നത് ബിസിനസ് പീപ്പിൾസ് ആൻഡ് ഡെവലപ്പേഴ്സ് മസ്റ്റ് വർക്ക് ടുഗദർ ഡെയിലി ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റാണ്. അതായത് ഈ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കണമെങ്കിൽ ബിസിനസ് പീപ്പിളിനും അതുപോലെ തന്നെ ഡെവലപ്പേഴ്സിനും ഡെയിലി ഈ പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്യണം. പിന്നെ ബിൽഡ് പ്രൊജക്റ്റ് അറൗണ്ട് മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽസ്. എപ്പോഴും ഈ പ്രൊജക്റ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ മുൻപിൽ ബിൽഡ് ചെയ്യുന്ന സമയത്താണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെയെന്ന് പറയുന്നത് എപ്പോഴും എഫിഷ്യൻറ്റും എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് കോൺവെർസേഷനാണ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഈസ് എ പ്രൈമറി മെഷർ ഓഫ് പ്രോഗ്രസ്. വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ പ്രൈമറി മെഷറായിട്ടുള്ള പ്രോഗ്രസിൻ്റെ പ്രൈമറി മെഷർ എന്ന് പറയുന്നത് വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അജൈൽ പ്രോസസ്സസ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ കണ്ടിന്യൂസ് അറ്റൻഷൻ ആൻഡ് ടെക്നിക്കൽ എക്സലൻസ് ആൻഡ് ഗുഡ് ഡിസൈൻ എൻഹാൻസ് അജിലിറ്റി ആണ്. പിന്നെ വരുന്നത് സിംപ്ലിസിറ്റി വേറൊരു ഇതാണ്, സിംപ്ലിസിറ്റി. പിന്നെ ഈ ബെസ്റ്റ് ആർക്കിടെക്ചേഴ്സും അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഡിസൈൻസൊക്കെ വരുന്നത് സെൽഫ് ഓർഗനൈസിങ് ടീംസിൻ്റെ കയ്യിൽ നിന്നാണ്. പിന്നെ റെഗുലർ ഇൻ്റർവെൽസിന് എങ്ങനെയാണ് മോർ എഫക്റ്റീവ് ആവുക എന്നും അതുപോലെ തന്നെ അതിനനുസരിച്ച് ബിഹേവിയേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെയാണ് അജൈൽ മോഡലിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് അജൈൽ ഡെവലപ്മെൻറ്റ്.